ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഭാഗ്യവും ഈ നക്ഷത്ര ജാതകരിലേക്ക് വന്നെത്തുന്നു. അതായത് ശനി മീനത്തിൽ തുടരുന്ന ഈ വിഷുക്കാലം നിങ്ങളുടെ തലവര മാറ്റിമറിക്കുന്ന ദിവസങ്ങളാണ്. ആദിത്യൻ ഈ ആഴ്ച ആദ്യം മീനം രാശിയിലാണ്. ഏപ്രിൽ 14 രാവിലെ 9:32 മേടം രാശിയിൽ പ്രവേശിക്കും. അതുപോലെ അപ്പോൾ മുതൽ അശ്വതി ഞാറ്റുവേലയും ആരംഭിക്കുന്നതാണ്. ഏപ്രിൽ 15 വിഷുക്കണി, 17 കറുത്തവാവ്, പിറ്റേന്ന് പരഭാവം എന്ന ചാന്ദ്രവർഷത്തിലെ 2ാം മാസമായ വൈശാഖം തുടങ്ങുകയാണ്. ചൊവ്വ മീനം രാശിയിലാണ്, ശുക്രൻ മേടത്തിലും, അതുപോലെ ബുധൻ നീചക്ഷേത്രമായ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. ശനിയും മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ തുടരുന്നുണ്ട്. ശനിയുടെ വാർഷികമായ മൗഢ്യം അവസാനിച്ചു കഴിഞ്ഞു. വ്യാഴം മിഥുനത്തിലാണ്. അതുപോലെ രാഹു കേതുക്കൾ കുംഭം ചിങ്ങം രാശികളിൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വരുതിയിലാകുന്ന വാരമാണ്. നിങ്ങൾ നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും അയവ് വന്നു തുടങ്ങും. സമയോചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിലിടത്തിൽ വളരെയധികം ശാന്തിയും സമാധാനവും ഭവിക്കും. ഏകോപനങ്ങൾ വിജയിക്കുന്നതാണ്. അതുപോലെ ഒപ്പമുള്ളവരുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും. ജോലി സംബന്ധിച്ച യാത്രകൾ കൂടുവാനിടയുണ്ട്. അതുപോലെ കൂട്ടുകെട്ടുകളിൽ വളരെയധികം നിയന്ത്രണം ആവശ്യമാണ്. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ പ്രാർത്ഥനയ്ക്കായി നേരം മാറ്റിവെക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് 12ാം ഇടത്തിലെ ഗ്രഹയോഗം മനസ്സമാധാനത്തെ ബാധിക്കുന്നതാണ്. ക്ഷോഭം വളരെയധികം നിയന്ത്രിക്കുവാൻ ക്ലേശിക്കേണ്ടി വരും. അതുപോലെ സ്വതസിദ്ധമായ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുന്നതാണ്. വ്യാപാര കാര്യത്തിൽ ആദായം മന്ദീഭവിക്കും. എന്നാൽ ചെലവുകൾ അധികരിക്കുവാനാണ് ഈ ആഴ്ച സാധ്യത. എതിർപ്പുകളെയെല്ലാം തന്നെ തള്ളിക്കളയുവാനും അവയെ പ്രതിരോധിക്കുവാനും സാധിക്കുന്നതാണ്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നല്ല വാർത്തകൾ വന്നു ചേരും. അതുപോലെ വെള്ളിയാഴ്ച എല്ലാ കാര്യങ്ങൾക്കും ശുഭത്വം കുറയുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നതായി തോന്നാം. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്കത്തിൽ ജോലിയിൽ മേലധികാരിയുടെ അപ്രീതിക്കിടയുണ്ട്. അതുപോലെ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ തീർപ്പാക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. പുതിയ കാര്യങ്ങൾ തുടങ്ങുക എന്നത് യാതൊരു രീതിയിലും എളുപ്പമാകുന്ന വാരമല്ല. സാമ്പത്തികമായ നില മോശമാവില്ല. എന്നാലും ദുർവ്യയങ്ങൾക്ക് യാതൊരു രീതിയിലും മുതിരരുത്. നിങ്ങളുടെ ജന്മനാട്ടിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാനുള്ള അവസരവും വന്നുചേരും. അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ നിലപാടുകളിൽ വിമർശിക്കപ്പെടുവാനും ഈ ആഴ്ച സാധ്യതയുണ്ട്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ന്യായബോധത്തോടെയുള്ള പെരുമാറ്റം വളരെയധികം ഗുണഫലമാകും. സമയോചിതമായ ഇടപെടലുകൾക്കും ഫലം വന്നു തുടങ്ങുന്നതാണ്. ഭാവി കാര്യങ്ങളിൽ നല്ല തീരുമാനമുണ്ടാകും. അതുപോലെ കുടുംബാംഗങ്ങളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ കഴിയുന്നതാണ്. ജോലി ഉപേക്ഷിക്കുവാൻ ഉചിതമായ സന്ദർഭമല്ല. പിണങ്ങിപ്പോയ സുഹൃത്തുക്കളെ ഒരുമിപ്പിക്കുവാൻ ശ്രമം നടത്തുന്നതാണ്. അതുപോലെ ബന്ധുവിൻ്റെ ചികിത്സയ്ക്ക് ധനസഹായം നൽകേണ്ടി വരും. കലാപ്രവർത്തകർക്ക് അവസരം വർദ്ധിക്കുന്ന വാരമാണ്. അതുപോലെ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കാര്യാലോചനകളിൽ എതിർക്കുന്നവരോട് മൃദു സമീപനം കൈക്കൊള്ളുവാൻ കഴിയും. അതുപോലെ പുതിയ കാര്യങ്ങളോ സാങ്കേതിക കാര്യങ്ങളോ കുടുംബാംഗങ്ങളോട് ചോദിച്ചറിയുവാൻ കഴിയുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് വളരെയധികം ആശ്വാസമുണ്ടാകും. അതുപോലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ജന്മനാട്ടിലെത്തുവാനും സാധിക്കുന്നതാണ്. പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരുവാനുള്ള അവസരം വന്നു ചേരും. സർക്കാരിൽ നിന്നുമുള്ള അനുമതിക്ക് കാത്തിരിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ ചിലരുടെ സമ്മർദ്ദങ്ങളെ ഭംഗിയായി ഒഴിവാക്കുവാൻ സാധിക്കും. നവീനമായ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുള്ള ഭാഗ്യവും ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ കുറച്ച് പിരിമുറുക്കമുണ്ടാകും.
പ്രവൃത്തിയിൽ ഏകാഗ്രത കുറയുന്നതാണ്. ചൊവ്വ മുതൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. ഒപ്പമുള്ളവരുടെ സഹകരണം വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ മുടങ്ങിപ്പോയ കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യവും ഒത്തുവരുന്നതാണ്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് മാതാപിതാക്കളെ കാണുവാനുള്ള അവസരമുണ്ടാകും. അതുപോലെ വ്യാപാരികളുടെ ധനവരവ് ഉയരുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അതുപോലെ പ്രണയ അനുഭവങ്ങൾ പുഷ്കലമാകുന്ന വാരമാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ആസൂത്രണം വളരെയധികം വിജയകരമാകും. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ കിട്ടുന്നതാണ്. പുതിയ കാര്യങ്ങളിൽ മനസ്സ് പൂർണ്ണമായി ആബദ്ധമാകും. ഏജൻസി വ്യാപാരം ലാഭത്തിലെത്തിച്ചേരും. അതുപോലെ നിവേദനം സമർപ്പിച്ചതിന് പരിഹാരം കിട്ടുന്നതാണ്. ഗാർഹികമായ നവീകരണ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും ഈ ആഴ്ച സാധിക്കും. പ്രത്യേകിച്ചും കുടുംബത്തോടൊപ്പമുള്ള ധാരാളം യാത്രകളും സമയം ചെലവഴിക്കുവാനുമുള്ള അവസരം വന്നു ചേരും. ഇടനാഴികളിലെ ഉപാചപ സംഘത്തെ തിരിച്ചറിയുന്നത് ഗുണകരമാകും. അതുപോലെ അന്യദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വളരെയധികം കരുതൽ വേണം. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ നിസ്സാരമെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം തന്നെ ഗുരുതരമാകാം. അതുമല്ലെങ്കിൽ കടുപ്പമെന്ന് വിചാരിച്ച കാര്യങ്ങൾ നിസ്സാരമാകുവാനും ഇടയുണ്ട്. സംഘടനയിലെ ചർച്ചകളിൽ വിരസത അനുഭവപ്പെടും. അതുപോലെ ആചാരങ്ങളിൽ കൃത്യമായി നടത്തുവാൻ സാധിക്കില്ല. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്ക് സാങ്കേതിക കോഴ്സുകളിൽ ചേരുവാനുള്ള അവസരം വന്നു ചേരും. നിലവിലെ ജോലിയിൽ തൃപ്തി കുറയുന്നതാണ്. നിങ്ങൾക്ക് തൽക്കാലം ജോലി ഉപേക്ഷിക്കുന്നത് യാതൊരു രീതിയിലും ഗുണകരമാകില്ല. അതുപോലെ ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും വളരെയധികം ധനനേട്ടമുണ്ടാകും. ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് ഗുണം അല്പം കുറയുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ നീചത്തിൽ സഞ്ചരിക്കുകയാൽ മാനസികമായ ശക്തിക്ഷയം അനുഭവപ്പെടും. കൂട്ടുകെട്ടുകൾ ഗുണകരമാകില്ല. അതുപോലെ ദുരാരോപണങ്ങൾ ഉയരുന്നതാണ്. അതുപോലെ പിതാവിന് ഏതെങ്കിലും രീതിയിലുള്ള രോഗാവസ്ഥയുണ്ടാകാം. പദവി ഭ്രംശം ഇവ വരുവാൻ ഇടയുള്ള വാരമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത അനിവാര്യമാണ്. ചെലവുകൾ ചുരുക്കണം. അതുപോലെ കൃത്യാന്തരങ്ങൾ ഉണ്ടാകും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നവകാര്യങ്ങൾ യാതൊരു രീതിയിലും തുടങ്ങുന്നത് ഉചിതമല്ല. ദൈവിക കാര്യങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ സാധിക്കും. ചെറു വരുമാനങ്ങൾ തടസ്സപ്പെടുന്ന വാരമല്ല. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ മുൻപ് തീരുമാനിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ ആഴ്ച നടന്നു കിട്ടും. ആദർശങ്ങളെല്ലാം തന്നെ അല്പം മാറ്റിവെച്ച് പ്രായോഗികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെയധികം നേട്ടത്തിന് കാരണമാകും. ഒപ്പമുള്ളവരുടെ ക്ഷേമത്തിനായി മുന്നോട്ടിറങ്ങുന്നതാണ്. അതുപോലെ മകളുടെ തുടർ പഠനത്തിന് ധനം സമാഹരിക്കുന്നതിനുള്ള പോംവഴി വന്നു ചേരും. കുടുംബസുഖം, ഭോഗം, സുഖനിദ്ര എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സന്ദർശനം കൊണ്ട് വളരെയധികം ഗുണമുണ്ടാകുന്ന വാരം കൂടിയാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വാഹനയാത്രയിൽ വളരെയധികം കരുതൽ വേണ്ട ദിവസങ്ങളാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ്. അതുപോലെ ചുമതലകൾ സമയനിഷ്ഠ പുലർത്തി പൂർത്തിയാക്കുവാൻ കഴിയും. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാനും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഹ്രസ്വമായ കോഴ്സുകളിൽ ചേരുവാനുള്ള അവസരമുണ്ടാകും. ബിസിനസ്സിൽ നിന്നും പതിവ് പോലെയുള്ള വരുമാനമുണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ആഘോഷങ്ങളും ബന്ധുഗൃഹ സന്ദർശനവും സന്തോഷം സമ്മാനിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല വാരമാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അഷ്ടമരാശിയാകയാൽ ശുഭാരംഭങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കുയർച്ച നേടുവാനുള്ള പരിശ്രമങ്ങൾ തുടരുവാൻ സാധിക്കും. അതുപോലെ തൊഴിലിടത്തിൽ സമചിത്തതയോടെ പെരുമാറുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. അതുപോലെ സമ്മർദ്ദങ്ങളെ ശാന്തമായി നേരിടേണ്ടതുണ്ട്. ബിസിനസ് തുടങ്ങുന്നവർക്ക് അനുമതി കിട്ടുവാൻ വളരെയധികം വൈകുന്ന കാലമാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ലഘുയാത്രകളും കൂടിച്ചേരലുകളും മനസ്സിൽ സുഗന്ധം പരത്തുന്ന വാരമാണ്. രോഗി പരിചരണം, മറ്റു ജീവകാരുണ്യം എന്നിവയ്ക്കായി നേരം മാറ്റിവെക്കുവാൻ സാധിക്കും.
വെള്ളി ശനി ദിവസങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാകും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ആരംഭിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുപോലെ ഏഴാം ഭാവത്തിലെ ശനി ബുധ കുജ യോഗം ആലസ്യം, കൂട്ടുകച്ചവടത്തിൽ തകർച്ച എന്നിവ സമ്മാനിക്കും. പരാശ്രയത്തിന് യാതൊരു രീതിയിലും മുതിരുന്ന വാരമല്ല. നവസംരംഭങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് നിരാശയുണ്ടാകില്ല. അതുപോലെ ധനാഗമം വളരെയധികം തൃപ്തികരമായി ഭവിക്കും. എന്നാൽ ദുർവ്യയം കഴിവതും ഒഴിവാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തോടൊപ്പം വളരെയധികം സമയം ചെലവഴിക്കുവാൻ സാധിക്കും. ഷോപ്പിങ്ങും വിനോദവും മറ്റും നടത്തുവാൻ കഴിയുന്ന വാരമാണ്. അതുപോലെ കടബാധ്യതകൾ കുറഞ്ഞു വരും. വെള്ളി ശനി ദിവസങ്ങളിൽ സംയമം പാലിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങൾ മാറുകയും കർമ്മ മേഖലയിൽ വ്യക്തമായ മുന്നേറ്റം ഭവിക്കുകയും ചെയ്യുന്നതാണ്. ഒപ്പമുള്ളവരുടെ വാക്കുകൾ മുഖവിലക്കിടിക്കുവാൻ കഴിയും. പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് കൂടുതൽ സമയമെടുത്തേക്കാം. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാകും. മകൻ്റെ ഉന്നത പഠനത്തിന് അനിശ്ചിതത്വം തുടരുന്നതാണ്. ഉന്നത വ്യക്തികളുടെ ശുപാർശ ഗുണകരമായി മാറും. സ്വയം ബോധ്യമില്ലാത്ത കാര്യങ്ങൾ വിചാരിച്ച് കുഴപ്പത്തിലാകുവാനും ഇടയുള്ള വാരമാണ്. വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് ശുഭത്വം കുറയുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ആശയക്കുഴപ്പമുണ്ടാകും. അതുപോലെ കണക്ക് കൂട്ടലുകൾ തെറ്റുവാനിടയുണ്ട്. ലഘുവായ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം വേണ്ടി വരുന്ന വാരമാണ്. ബുധനാഴ്ച മുതൽ കാര്യങ്ങൾ അനുകൂലമാകും. വാഗ്ദാനങ്ങൾ പാലിക്കും. അതുപോലെ പണവരവ് മോശമാകില്ല. ആഘോഷങ്ങളും സമാഗമങ്ങളും സന്തോഷം സമ്മാനിക്കുന്നതാണ്. പാരമ്പര്യത്തിൽ അഭിമാനിക്കുവാനുള്ള സന്ദർഭങ്ങൾ വന്നുചേരും. പ്രണയിക്കുന്ന ആളുകളുടെ പ്രണയബന്ധം ഐക്യപ്പെടുന്ന കാലമാണ്. പുതിയ തലമുറയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കും. അതുപോലെ വിനോദങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മനസ്സിൻ്റെ ചെറുപ്പം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളുടെ വിശ്വാസം നേടുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. ജോലി ഭാരം വർദ്ധിക്കും. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ വൈകുന്നതാണ്. സീസണൽ ബിസിനസ്സിൽ ലാഭം കുറയില്ല. അതുപോലെ നവീന ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. സ്വതന്ത്രമായ തീരുമാനങ്ങൾ വിമർശിക്കപ്പെടുവാൻ ഇടയുള്ള വാരമാണ്. രോഗി പരിചരണം വേണ്ടി വന്നേക്കും. മകളുടെ വീട്ടിലോ അതുമല്ലെങ്കിൽ ജോലി സ്ഥലത്തോ താമസിക്കുവാൻ തീരുമാനിക്കുന്നതാണ്. വായ്പയുടെ തിരിച്ചടവ് അടച്ചു തീർക്കുവാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ്. ബുധനാഴ്ച മുതൽ പ്രായേണ ഗുണാധിക്യം വർദ്ധിക്കുന്ന വാരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സർവ്വകാര്യങ്ങളിലും തുടക്കത്തിൽ ഒരു തടസ്സം വന്നു ചേരും. ക്രമേണ കാര്യസാധ്യം ഭവിക്കുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളുടെ നടത്തിപ്പിനായി പ്രയത്നിക്കുന്നതാണ്. കുടുംബസുഖം കുറയുന്ന വാരമല്ല. നിങ്ങളുടെ കഴിവിനൊത്ത അവസരങ്ങൾക്ക് കാത്തിരിപ്പ് ഇനിയും വേണ്ടിവരും. അതുപോലെ പകരക്കാരെ ചുമതലകൾ ഏർപ്പെടുത്തിയാലും നിരീക്ഷണങ്ങൾ വളരെയധികം വേണ്ട വാരമാണ്. വിദേശത്ത് താമസിക്കുന്നവർക്ക് മുൻ നിശ്ചയിച്ച വിധം നാട്ടിലെത്തുവാൻ സാധിക്കും. ഉപാജപങ്ങളെല്ലാം തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ വേണ്ട വാരമാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ജോലിയിൽ മാറ്റത്തിനോ പുതുജോലിക്കോ സമയം ആഗതമായി എന്ന് പറയാവുന്ന വാരമാണ്. ഉദ്യോഗസ്ഥരുടെ കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയും. ബിസിനസ്സിലെ മാന്ദ്യങ്ങളെല്ലാം തന്നെ മാറി തുടങ്ങുന്നതാണ്. ഉത്സവാദികളിൽ പരിചയം പുതുക്കുവാനുള്ള സന്ദർഭമരുളും. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന് നീചസ്ഥിതി ഉണ്ടെങ്കിലും വ്യാഴവുമായുള്ള പരിവർത്തനം ഗുണവത്താകുന്നതാണ്. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷവും സുഖവും പ്രതീക്ഷിക്കാം. ഉപാസനകൾക്ക് നേരം കണ്ടെത്തുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച സുഗമതയും സുലഭതയും തെല്ല് കുറയുന്ന വാരമാണ്. പ്രവൃത്തികളിൽ മാറ്റം ആഗ്രഹിക്കുമെങ്കിലും കാര്യങ്ങൾ മിക്കതും പഴയ പോലെ തന്നെയാകും. തൊഴിലിടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. മേലധികാരികൾ നിർദ്ദേശങ്ങൾ യാതൊരു രീതിയിലും ചെവിക്കൊള്ളണമെന്നില്ല. സഹോദരാനുകൂല്യം ഭവിക്കും. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ വളരെയധികം സന്തോഷകരമാകും.
വാഹനം വാങ്ങുന്ന കാര്യത്തിൽ നല്ല തീരുമാനമുണ്ടായേക്കാം. സകുടുംബം യാത്രകൾ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അവയെ പ്രയോജനപ്പെടുത്തുവാൻ പ്രായോഗിക സമീപനം വേണ്ട വാരമാണ്. മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാൽ ഭാഗികമായി വിജയിക്കും. അതുപോലെ ബിസിനസ്സിലെ മാന്ദ്യം മാറി തുടങ്ങുന്നതാണ്. കൂടുതൽ മുതൽ മുടക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. സാങ്കേതികമായ അറിവ് നേടുവാനുള്ള പരിശ്രമം തുടരുന്ന വാരമാണ്. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം നീക്കി വെക്കേണ്ടി വരും. ആത്മീയമായ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും ഗുണഫലങ്ങളും പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ആഴ്ചയുടെ തുടക്കം ഒന്നും ചെയ്യാനില്ലെന്ന തോന്നലുണ്ടാകും. വെറുതെ പലതും ആലോചിക്കേണ്ടി വരും. ദേഹക്ലേശമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അധ്വാനഭാരവും വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ സഹജമായ കഴിവുകൾ യാതൊരു രീതിയിലും പ്രയോജനപ്പെടാത്ത വാരമാണ്. ബുധൻ മുതൽ കാര്യങ്ങൾ അനുകൂലമാകും. പ്രിയപ്പെട്ടവരുടെ സമാഗമം വളരെയധികം സന്തോഷം സമ്മാനിക്കുന്നതാണ്. മനസ്സ് സ്വർഗാത്മകമാവുന്നതാണ്. അതുപോലെ ബിസിനസ്സിൽ വളരെയധികം ഉണർവ് അനുഭവപ്പെടും. പ്രത്യേകിച്ചും തടസ്സപ്പെട്ട പണം കൈവശം എത്തുന്നതാണ്. അന്യനാട്ടിൽ നിന്നും നല്ല വാർത്തയെത്തും. ആരോഗ്യപരമായി യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട വാരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളിലും തിരുത്തൽ വന്നേക്കും. സഹപ്രവർത്തകരുടെ വാക്കുകൾ വളരെയധികം സ്വീകാര്യമാകുന്നതാണ്. നിർബന്ധിച്ചുപേക്ഷിച്ച് അയവുള്ള സമീപനം കൈക്കൊള്ളും. അതുപോലെ ഭൂമി വിൽക്കുവാനുള്ള മുൻതുക കൈപ്പറ്റുന്നതാണ്. സഹോദരങ്ങളുമായി ഐക്യം പുലരും. ചിലരുമായി എതിർപ്പിന് മഞ്ഞുരുകി തുടങ്ങുന്നതാണ്. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ യാതൊരു രീതിയിലും തടസ്സങ്ങൾ ഉണ്ടാകുന്ന വാരമല്ല. ആരോഗ്യപരമായി അല്പം കരുതൽ വേണം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നവസംരംഭങ്ങളെല്ലാം തന്നെ കഴിവതും ഒഴിവാക്കുന്നതാണ് ഗുണകരം. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ മേലധികാരിയുടെ പിന്തുണ ലഭിക്കും. അതുപോലെ സമയനിഷ്ഠയോടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. കണക്ക് കൂട്ടലുകൾ എല്ലാം തന്നെ ശരിയാകും. വാണിജ്യ വ്യവസായത്തിലെ മാന്ദ്യങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവിനെ സഹായിക്കുവാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും വാടക വീട്ടിൽ പുതിയ താമസക്കാർ വന്നു ചേരും. യാത്രകൾ ഗുണകരമാക്കും. ആഘോഷങ്ങളിൽ ഇഴകിച്ചേരുവാൻ സാധിക്കുന്നതാണ്. പുണ്യക്ഷേത്ര ദർശനം മനസ്സിന് വളരെയധികം ഉണർവ് സമ്മാനിക്കും. ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപങ്കുരം നടന്നു കിട്ടും. അധ്വാനം കുറയില്ല. സഹപ്രവർത്തകരുടെ സഹകരണം വേണ്ടത്ര വന്നു ചേരും. ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തെല്ല് ആലസ്യം ബാധിച്ചേക്കാം. അതുപോലെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് ഒരുവിധം പരിഹാരമുണ്ടാകും. കടം കൊടുത്ത സംഖ്യ ഭാഗികമായി ലഭിക്കുന്നതാണ്. പുതുതലമുറയുമായി വിയോജിക്കേണ്ടി വരും. അതുപോലെ പ്രാർത്ഥനകൾ യാതൊരു രീതിയിലും മുടങ്ങുന്ന വാരമല്ല. കുടുംബവുമായി ഒത്തുചേരുന്നത് വളരെയധികം സന്തോഷമുണ്ടാക്കും. ഞായർ തിങ്കൾ ശനി ദിവസങ്ങളിൽ ദേഹക്ലേശം അനുഭവപ്പെടുന്ന വാരമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ഗൃഹാനുകൂല്യം വളരെയധികം കുറഞ്ഞ കാലമാണ്. ആകയാൽ വളരെയധികം ആലോചിച്ച് വേണം പറയുവാനും പ്രവർത്തിക്കുവാനും. തിടുക്കം വളരെയധികം ഉപേക്ഷിക്കേണ്ടതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ പുനഃപരിശോധിക്കുവാൻ മറന്നു പോകരുത്. പ്രത്യേകിച്ചും സ്വന്തമായി നടത്തി വരുന്ന സ്ഥാപനത്തിൽ നിന്നും ധനപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ പ്രശംസ വന്നു ചേരും. സാങ്കേതിക കാര്യങ്ങൾ ക്ഷമാപൂർവ്വം പഠിച്ചറിയുന്നതാണ്. കലാപരമായ നേട്ടങ്ങൾക്കായി കൂടുതൽ ഗൃഹപാഠം ചെയ്യേണ്ടി വരുന്ന വാരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. എങ്കിലും അശ്രദ്ധ കാണിക്കരുത്. ചിലപ്പോൾ ദേഹക്ലേശമോ മനക്ലേശമോ ഭവിക്കാം. ഇക്കാലവും മാറുമെന്ന് കരുതുന്നത് വളരെയധികം ഉചിതമാണ്. ഇഷ്ടജന സമാഗമം സന്തോഷം സമ്മാനിക്കും. ആഘോഷങ്ങളിൽ സക്രിയമായി തന്നെ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാൻ ഗ്രഹങ്ങളുടെ ആനുകൂല്യമില്ലാത്ത കാലമാണ്.
ഭൂമി കച്ചവടത്തിന് സാധ്യത കുറവാണ്. അതുപോലെ ഉപരിപഠനത്തിൽ നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ ഇടവരും. ഉറ്റവരിൽ നിന്നും വളരെയധികം ധനനേട്ടമുണ്ടാകും. തിങ്കൾ ചൊവ്വ ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. മുൻ തീരുമാനം പോലെ പ്രവർത്തിക്കുവാൻ ഈ ആഴ്ച കഴിഞ്ഞേക്കണമെന്നില്ല. ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. ഗൃഹസ്ഥിതി മോശമാകില്ല. പ്രത്യേകിച്ചും ജന്മരാശിയിൽ പാപഗ്രഹങ്ങൾ ഉള്ളതിനാൽ ക്ഷോഭം വർദ്ധിക്കുന്നതാണ്. വൈകാരിക പ്രതികരണങ്ങൾ കഴിവതും ഒഴിവാക്കുക. മകളുടെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത കൈവന്നേക്കും. ഭൂമി വ്യവഹാരങ്ങൾ നീളുവാനിടയുണ്ട്. അതുപോലെ ഇടനാഴികളിലെ ഉപാജപങ്ങളെ തിരിച്ചറിഞ്ഞേക്കുന്നത് ഗുണകരമാകും. ഉന്നതരുടെ പിന്തുണ എല്ലാ രീതിയിലും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നല്ല വാർത്തകൾ കേൾക്കുവാനും ഭാഗ്യം വന്നു ചേരുവാനും ഇടയുള്ള വാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.